വേണ്ടാത്ത കാര്യങ്ങൾ ഉന്നയിച്ച് നാട്ടിലാകെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി കളയാം എന്ന മട്ടിൽ പുറപ്പെടുന്നവരോട് അതൊക്കെ മോശമായ നിലയെ ഉണ്ടാക്കൂ എന്നാണ് എനിക്ക് പറയാൻ. പിന്നെ ഇതിനിടക്ക് ഒരു ഭീഷണി വരുന്നതായിട്ടുണ്ട്. ഒരു നേതാവ്, BJPയുടെ ഒരു പ്രധാന നേതാവ് പരസ്യമായിട്ട് പറയാണ്, പിണറായി വിജയനെ ചവിട്ടി കടലിലിടും. എനക്കതിനൊന്നും പറയാനില്ല, പക്ഷെ കാലിന് അത്ര ശക്തി പോരാത്തോണ്ട് ഇപ്പൊ ഉള്ള കാലിന്റെ ശക്തിയെ കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ല കേട്ടോ. രാധാകൃഷ്ണൻ മനസ്സിലാക്കേണ്ടത് ആ മോഹം പലർക്കും ഉണ്ടായിരുന്നു. ഈ ശരീരം ചവിട്ട് കൊള്ളാത്ത ശരീരമല്ല, ധാരാളം ചവിട്ട് കൊണ്ട ശരീര. ഏത് ബൂട്ട്സ് ഇട്ട കാലുകൊണ്ടുള്ള ചവിട്ട് കൊണ്ട ശരീരം, അതോർക്കണം. എന്ന് വെച്ച് രാധാകൃഷ്ണൻ കയറി കളിക്കാനുള്ള സ്ഥലമാണെന്ന് കണക്കാക്കട്ടെ. വലിയ മോശമായി പോകും കേട്ടോ. ഇരിക്കട്ടെ, അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്നെ ഇപ്പൊ ചിലപ്പോ ചില വൈക്കോൽ പ്രതിമയൊക്കെ ഉണ്ടാക്കി ചില കാര്യങ്ങൾ ചെയ്യാറില്ലേ, അതുപോലെ പ്രതിമ കെട്ടി ഒരു കടപ്പുറത്ത് ചെന്ന് ഒറ്റ ചവിട്ടം കൊടുക്കുക, ഇതാ വിജയൻ കടലില് എന്ന് പറഞ്ഞ് ആശ്വാസം കൊണ്ടെങ്കിൽ ആശ്വാസം കൊണ്ടോ. അതിനപ്പുറം ഒന്നും ഈ പറയുന്നവരുടെ ഒരു ഭീഷണിയും ഒരു കാലത്തും ഞാൻ വകവെച്ചിട്ടില്ല എന്നത് മനസ്സിലാക്കാനുള്ള അറിവെങ്കിലും വേണ്ടിയിരുന്നില്ലേ രാധാകൃഷ്ണ? എന്തെല്ലാം ഘട്ടങ്ങൾ കഴിഞ്ഞതാണ്. ഇപ്പോ ചുറ്റും പോലീസുകാരൊക്കെ ഉണ്ടാവും, പക്ഷെ പോലീസുകാരോട് കൂടി എല്ലാവരും എന്റെ ജീവിതം ആരംഭിച്ചത്. നിങ്ങളുമായി നമ്മൾ പരിചയപ്പെടുന്നതും പോലീസുകാരുടെ ചുറ്റും നിന്നിട്ടല്ലാലോ. അത്രേ ഞാൻ പറയുന്നു. അതൊക്കെ ചില സന്ദേശങ്ങളാണെന്ന് നമ്മൾ കാണണം. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോലും ആക്രമിക്കും എന്ന് പറയാണ്. പിന്നെ ആരെയും ആക്രമിച്ചുകൂടാത്ത കേരളത്തിൽ? അങ്ങനെ ഞങ്ങൾ വലിയ വില്ലാളി വീരന്മാർ. നിങ്ങൾ ഒരു വില്ലാളി വീരന്മാരുമല്ല. ഇന്നലത്തെ അബദ്ധം ഇന്നത്തെ ആചാരവും നാളത്തെ ശാസ്ത്രവുമായി വരുന്നതിനെ അനുവദിച്ചു കൊടുക്കാതിരിക്കുക എന്നതാണ് ഭരണത്തിന്റെ കർത്തവ്യം. മനുഷ്യരെ മനുഷ്യരായി കാണുന്നത്, അവർക്കിടയിൽ ഒരുവിധ വേർതിരിവും കൽപ്പിക്കാത്തതുമായ